വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. യൂദിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം. ആകയാൽ അവർ അവന്റെ പക്കലേക്ക് സമാധാന ഉപാധികളുമായി ദൂതന്മാരെ ഇപ്രകാരം പറഞ്ഞുകൊണ്ടയച്ചു: ഇതാ, നബൂക്കദ്നേസർ മഹാരാജാവിന്റെ ദാസന്മാരായ ഞങ്ങൾ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഇതാ, ഞങ്ങളുടെ വാസസ്ഥലങ്ങളും ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും, എല്ലാ ഗോതമ്പ് നിലങ്ങളും, ആട്ടിൻപറ്റങ്ങളും, കന്നുകാലികളും, ഞങ്ങളുടെ കാലിക്കൂട്ടങ്ങളുടെ എല്ലാ ആലകളും ഞങ്ങൾ നിനക്ക് അടിയറ വയ്ക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളുക. ഇതാ, ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും നിന്റെ അടിമകളാണ്. നീ വന്ന് നിന്റെ ദൃഷ്ടികളിൽ നല്ലതെന്ന് തോന്നുന്ന വിധം അവരോട് വർത്തിച്ചു കൊള്ളുക. ആ ആളുകൾ ഹോളോ ഫർണസിന്റെ പക്കൽ വന്ന് അവനോട് ഇക്കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു. അപ്പോൾ അവനും അവൻ്റെ സൈന്യവും തീരപ്രദേശത്തേക്ക് നീങ്ങി. അവൻ മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു. അവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പങ്കാളികളായി നിയോഗിക്കുകയും ചെയ്തു. അവരും അവരുടെ സമീപ പ്രദേശങ്ങളിലെ എല്ലാവരും അവനെ മാലകൾ, നൃത്തം, വാദ്യമേളം എന്നിവയോടെ സ്വീകരിച്ചു. എന്നാൽ അവൻ അവരുടെ പ്രദേശമെല്ലാം നശിപ്പിച്ചു, കാവുകൾ വെട്ടിനിരത്തി. കാരണം ജനതകളെല്ലാം നബൂക്കദ്നേസറിനെ മാത്രം ആരാധിക്കുന്നതിനും അവരുടെ എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും നിർമൂലനം ചെയ്യാൻ അവന് ആജ്ഞ ലഭിച്ചിരുന്നു. അനന്തരം അവൻ ദോദാന് സമീപം ഉന്നതമായ യൂദാ മലനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്ദ്രായേലോണിന്റെ മുമ്പിലെത്തി. അവർ ഗേബായ്ക്കും സ്കിദോപോളിസിനും മധ്യേ പാളയമടിച്ചു. തൻ്റെ സൈന്യത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളും ശേഖരിക്കാൻ 1 മാസക്കാലം അവൻ അവിടെയായിരുന്നു. യൂദിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം. അസ്രിയ രാജാവായ നബൂക്കദ്നേസറിന്റെ സർവ്വസൈന്യാധിപൻ ഹോളോ ഫർണസ് ജനതകളോട് ചെയ്തത് മുഴുവനും, അവരുടെ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ച് അവയെ നശിപ്പിച്ച രീതിയും യൂദയായിൽ വസിച്ചിരുന്ന ഇസ്രായേലർ കേട്ടു. അവൻ്റെ സാന്നിധ്യത്താൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രാന്തരാകുകയും ചെയ്തു. എന്തെന്നാൽ അടുത്ത കാലത്തായിരുന്നു അവർ വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നത്. യൂദയായിലെ ജനമെല്ലാം ഒന്നിച്ചു കൂട്ടപ്പെടുകയും പാത്രങ്ങൾ, ബലിപീഠം, ആലയം എന്നിവ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ട് ഏറെക്കാലമായിരുന്നില്ല. അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവശ്യയിലേക്കും കോന, ബേത്ത്ഹോറോൺ, ബൽമായിൻ, ജെറീക്കോ, കോബ, അയസോറ, സാലേം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. ഉയർന്ന എല്ലാ ഗിരിശൃംഗങ്ങളും അവർ ഉടനെ കൈയടക്കുകയും അവയിലെ ഗ്രാമങ്ങൾ സുരക്ഷിതമാക്കുകയും യുദ്ധത്തിന് തയ്യാറാകുന്നതിനായി ഭക്ഷ്യവിഭവങ്ങൾ സംഭരിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവരുടെ നിലങ്ങൾ കൊയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് പത്തൂലിയായിലും ദോദാനും സമീപമുള്ള സമതലത്തിൻ്റെ എതിർവശത്ത് എസ്ദ്രായേലോണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബത്ത്മെസ്തായിമിലും വസിച്ചിരുന്നവർക്ക് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യോവാക്കീം എഴുതി. മലമ്പാതകൾ കരസ്ഥമാക്കാൻ അവൻ ആവശ്യപ്പെട്ടു. കാരണം അവയിലൂടെയായിരുന്നു യൂദായിലേക്കുള്ള പ്രവേശന മാർഗം. അവയിലൂടെ കടക്കാൻ ശ്രമിക്കുന്നവരെ നിഷ്പ്രയാസം തടയാൻ അവർക്കാകുമായിരുന്നു. ആകെ 2 ആളുകൾക്ക് മാത്രം കടക്കാനാകും വിധം വഴി ഇടുങ്ങിയതായിരുന്നു. അങ്ങനെ ജെറുസലേമിൽ സമ്മേളിച്ച പ്രധാന പുരോഹിതനായ യോവാക്കീമും ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠന്മാരുടെ പൊതുസഭയും നൽകിയ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലർ പ്രവർത്തിച്ചു. ഓരോ ഇസ്രായേൽക്കാരനും വലിയ തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ഏറെ തീവ്രതയോടെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവരും അവരുടെ ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും
അവിടെ വസിക്കുന്ന ഓരോ വിദേശിയും അവരുടെ കൂലിവേലക്കാരനും വിലയ്ക്ക് വാങ്ങപ്പെട്ടവനും തങ്ങളുടെ അരയിൽ ചാക്ക് വസ്ത്രം ധരിച്ചു. ജെറുസലേമിൽ വസിച്ചിരുന്ന ഇസ്രായേലിലെ ഓരോ പുരുഷനും സ്ത്രീയും കുട്ടികളും ദേവാലയത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തങ്ങളുടെ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്ക് വസ്ത്രം കർത്താവിൻ്റെ മുമ്പിൽ വിരിച്ചു. അവർ ബലിപീഠം ചാക്ക് വസ്ത്രത്താൽ പൊതിഞ്ഞു. അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തോട് തങ്ങളുടെ കുട്ടികളെ കൊള്ളവസ്തുവായും സ്ത്രീകളെ കവർച്ച മുതലായും തങ്ങളുടെ അവകാശമായ നഗരങ്ങൾ നാശവസ്തുവായും വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കപ്പെടലിനായും ജനതകളുടെ മ്ലേച്ഛമായ സന്തോഷത്തിന് വിട്ടു നൽകാൻ ഇടയാക്കരുതെന്ന് തീവ്രമായി അപേക്ഷിച്ചു. കർത്താവ് അവരുടെ സ്വരം കേൾക്കുകയും അവരുടെ ക്ലേശം കാണുകയും ചെയ്തു. യൂദയ മുഴുവനിലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിനു മുമ്പിൽ അനേക ദിവസം ഉപവസിച്ചു. പ്രധാന പുരോഹിതൻ യോവാക്കീമും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത എല്ലാ പുരോഹിതന്മാരും തങ്ങളുടെ അരയിൽ ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ട് നിരന്തര ഹോമയാഗവും ജനത്തിൻ്റെ നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും സമർപ്പിച്ചു. അവർ തങ്ങളുടെ തലപ്പാവുകളിൽ ചാരമണിഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഭവനത്തെ മുഴുവൻ കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് സർവശക്തിയോടെയും വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു: നീ യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അവിടെ ഈ വചനം അറിയിക്കുക. നീ പറയണം, ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂദാ രാജാവെ, നീയും നിന്റെ സേവകരും ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ന്യായവും നീതിയും പുലർത്തുവിൻ. കൊള്ളയടിക്കപ്പെട്ടവനെ മർദ്ദകന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവിൻ. പരദേശിയെയോ അനാഥനെയോ വിധവയെയോ നിങ്ങൾ ഞെരുക്കരുത്, ആക്രമിക്കരുത്. ഈ സ്ഥലത്ത് നിങ്ങൾ നിരപരാധിയുടെ രക്തം വീഴ്ത്തരുത്. ഈ വാക്ക് അന്യൂനം അനുവർത്തിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിൻ്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിക്കും. ഈ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് ശപഥം ചെയ്യുന്നു, നിശ്ചയമായും ഈ കൊട്ടാരം നാശകൂമ്പാരമായി തീരും. കർത്താവിൻ്റെ അരുളപ്പാട്. എന്തെന്നാൽ യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ എനിക്ക് ഗിലെയാദാണ്, ലെബനോൻ്റെ കൊടുമുടി. നിശ്ചയമായും ഞാൻ നിന്നെ മരുഭൂമിയാക്കും, ഒരു വിജന നഗരം. ആയുധധാരികളായ സംഹാരകരെ നിനക്കെതിരെ ഞാൻ ഒരുക്കി നിർത്തും. അവർ നിന്റെ വിശിഷ്ട ദേവദാരുക്കൾ മുറിച്ച് തീയിലെറിയും. അനേകം ജനതകൾ ഈ നഗരത്തിലൂടെ കടന്നുപോകും. ഓരോരുത്തനും തൻ്റെ അയൽക്കാരനോട് ചോദിക്കും: ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവർ മറുപടി പറയും: തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി ഉപേക്ഷിച്ച് അവർ അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട്. മരിച്ചവന് വേണ്ടി നിങ്ങൾ വിലപിക്കരുത്, അവന് വേണ്ടി ദുഃഖിക്കരുത്. പോകുന്നവന് വേണ്ടി ഉള്ളുരുകി കരയുവിൻ. കാരണം അവൻ ഇനി തിരിച്ചു വരികയോ തൻ്റെ ജന്മദേശം കാണുകയോ ഇല്ല. യൂദാ രാജാവായിരുന്ന ജോസിയായുടെ പുത്രനും തൻ്റെ പിതാവായ ജോസിയയുടെ സ്ഥാനത്ത് നാട് ഭരിച്ചവനും ഈ സ്ഥലത്ത് നിന്ന് പുറത്തായവനുമായ ശല്ലൂമിനെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ഇനി ഇവിടേക്ക് തിരിച്ചു വരികയില്ല. കാരണം അവർ അവനെ പ്രവാസിയായി കൊണ്ടുപോയ സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും. ഈ ദേശം അവൻ ഇനി കാണുകയില്ല. അനീതിയിൽ തൻ്റെ ഭവനവും അന്യായത്തിൽ തൻ്റെ മട്ടുപ്പാവുകളും പണിയുന്നവനും തൻ്റെ അയൽക്കാരനെ കൊണ്ട് ഓശാര വേല ചെയ്യിക്കുകയും അവന് കൂലി നൽകാതിരിക്കുകയും ചെയ്യുന്നതിന് ദുരിതം. എനിക്കായി ഞാൻ വലിയ മാളികയും വിശാലമായ മട്ടുപ്പാവുകളും പണിയുമെന്നും അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുമെന്നും ദേവദാരുകൊണ്ട് തട്ടിടുമെന്നും ചായില്യം കൊണ്ട് ചായമിടുമെന്നും പറയുന്നവന് ദുരിതം. ദേവദാരുകൊണ്ട് ധാരാളിത്തം കാട്ടിയാൽ നീ രാജാവാകുമോ? നിന്റെ പിതാവ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ന്യായവും നീതിയും നടത്തുകയും ചെയ്തില്ലേ? അപ്പോൾ അവനെല്ലാം ശുഭമായിരുന്നു. അഗതിക്കും ദരിദ്രനും അവൻ ന്യായം നടത്തി കൊടുത്തു. അപ്പോഴെല്ലാം ശുഭമായിരുന്നു. എന്നെ അറിയുകയെന്നാൽ ഇതുതന്നെയല്ലേ? കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ കൊള്ളലാഭത്തിലും നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിലും മർദ്ദനത്തിലും പീഡിപ്പിക്കുന്നതിലുമല്ലാതെ മറ്റൊന്നിലുമല്ല നിന്റെ കണ്ണും മനസ്സും.
അതിനാൽ യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ യഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: കഷ്ടം എൻ്റെ സഹോദര, കഷ്ടം സഹോദരി എന്ന് അവർ അവനെ ചൊല്ലി കരയുകയില്ല. കഷ്ടം എൻ്റെ യജമാനനെ, കഷ്ടം എൻ്റെ പ്രതാപമേ എന്ന് അവർ അവനെ ചൊല്ലി വിലപിക്കുകയില്ല. വലിച്ചിഴയ്ക്കപ്പെട്ട് ജെറുസലേമിൻ്റെ കവാടങ്ങൾക്കപ്പുറത്തേക്ക് എറിയപ്പെട്ട് കഴുതയെ കുഴിച്ചിടുന്നത് പോലെ അവൻ സംസ്കരിക്കപ്പെടും. ലെബനോനിൽ കയറിച്ചെന്ന് നിലവിളിക്കുക, ബാഷാനിൽ സ്വരമുയർത്തുക, അബാറിമിൽ നിന്ന് നിലവിളിക്കുക. കാരണം നിന്റെ സ്നേഹിതരെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഐശ്വര്യകാലത്ത് നിന്നോട് ഞാൻ സംസാരിച്ചു, ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. നിന്റെ യൗവനം മുതൽ ഇതായിരുന്നു നിന്റെ മാർഗം. നീ എൻ്റെ ശബ്ദം അനുസരിച്ചില്ല. നിന്റെ ഇടയന്മാരെയെല്ലാം കാറ്റുമേയ്ക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിൽ പോകും. അപ്പോൾ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും ഇളിഭയാകുകയും ചെയ്യും. ദേവദാരുക്കളിൽ കൂടുകെട്ടി ലെബനോനിൽ വസിക്കുന്നവളെ, പ്രസവിക്കുന്നവരുടേതുപോലുള്ള അസ്വസ്ഥത, ഈറ്റുനോവ് നിന്റെ മേൽ വരുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക? ജീവിക്കുന്ന ഞാനാണേ കർത്താവിൻ്റെ അരുളപ്പാട്. യൂദാ രാജാവായ യഹോയാക്കീമിൻ്റെ പുത്രൻ കോണിയ എൻ്റെ വലത്ത് കൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും ഞാൻ നിന്നെ അവിടെ നിന്ന് ഊരി മാറ്റിയിരിക്കും. നിന്റെ ജീവൻ തേടുന്നവരുടെ കയ്യിലേക്ക്, ആരെയാണോ നീ ഭയപ്പെടുന്നത് അവരുടെ കയ്യിലേക്ക്, ബാബിലോൺ രാജാവായ നബൂക്കദ്നേസറിൻ്റെ കയ്യിലേക്ക്, കൽദായരുടെ കയ്യിലേക്ക് നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും നിന്റെ ജന്മനാടല്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് ഞാൻ വലിച്ചെറിയും. അവിടെ നിങ്ങൾ മരിക്കും. തിരിച്ചു വരാൻ അഭിലഷിക്കുന്ന നാട്ടിലേക്ക് അവർ തിരിച്ചെത്തുകയില്ല. കോണിയ എന്ന ഈ മനുഷ്യൻ അനഭിമതമായ ഉടഞ്ഞൊരു കലമോ, ആർക്കും പ്രീതിയില്ലാത്ത ഒരു പാത്രമോ? എന്തുകൊണ്ടാണ് അവനും അവൻ്റെ സന്തതിയും തങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക് ചുഴറ്റിയെറിയപ്പെടുന്നത്? ഓ ദേശമേ, 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 കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സന്തതിയില്ലാത്തവനെന്നും ആയുസ്സിൽ അഭിവൃദ്ധിപ്പെടാത്തവനെന്നും ഈ മനുഷ്യനെപ്പറ്റി രേഖപ്പെടുത്തുവിൻ. എന്തെന്നാൽ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നവനും യൂദായിൽ ഇനി ഭരിക്കുന്നവനുമായ അവൻ്റെ സന്തതിയിൽപ്പെട്ട ഒരാളും അഭിവൃദ്ധിപ്പെടുകയില്ല. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 23-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. പൗലോസ് ആലോചനാ സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു: സഹോദരരെ, ഇന്നുവരെ ദൈവസമക്ഷം തീർത്തും നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചു പോന്നത്. പ്രധാന പുരോഹിതനായ അനന്യാസ് തൻ്റെ അടുത്തു നിന്നവരോട് അവൻ്റെ മുഖത്തടിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു: വെള്ളപൂശിയ മതിലെ, ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു. എന്നെ നിയമാനുസൃതം വിധിക്കാനാണ് നീ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നുവോ? അടുത്തു നിന്നവർ ചോദിച്ചു: ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ അധിക്ഷേപിക്കുകയാണോ? പൗലോസ് പറഞ്ഞു: സഹോദരരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത്. ഒരു വിഭാഗം സദൂക്കായരും മറുഭാഗം ഫരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ആലോചന സംഘത്തിൽ വിളിച്ചു പറഞ്ഞു: സഹോദരരെ, ഞാനൊരു ഫരിസേയനും ഫരിസേയപുത്രനുമാണ്. മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള പ്രത്യാശ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവനിത് പറഞ്ഞപ്പോൾ ഫരിസേയരും സദൂക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. സംഘം വിഭജിക്കപ്പെട്ടു. എന്തെന്നാൽ ഉദ്ധാനമോ ദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദൂക്കായർ പറഞ്ഞിരുന്നത്. എന്നാൽ ഫരിസേയർ ഇതിലെല്ലാം വിശ്വസിക്കുന്നു. വലിയ ബഹളമായി. ഫരിസേയ വിഭാഗത്തിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് വാദിച്ചു: ഈ മനുഷ്യനിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. ഒരു ആത്മാവോ ദൂതനോ ഇവനോട് സംസാരിച്ചിരിക്കാം. തർക്കം രൂക്ഷമായപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്നുപോലും സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ ഇറങ്ങിച്ചെന്ന് അവനെ അവരുടെ ഇടയിൽ നിന്ന് പാളയത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ അവൻ സൈന്യത്തോട് കൽപ്പിച്ചു. അടുത്ത രാത്രി കർത്താവ് വന്നു നിന്ന് അവനോട് പറഞ്ഞു: ധൈര്യപ്പെടുക, നീ ജെറുസലേമിൽ എന്നെ സാക്ഷ്യപ്പെടുത്തിയ പോലെ തന്നെ റോമായിലും സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ,
രക്ഷയേകിടും സത്യമാർഗമേ എൻ്റെ ആത്മാ